കണ്ണൂർ പാനൂരിൽ സ്റ്റീൽ ബോംബ് കണ്ടെത്തി. പാനൂർ മൂളിയാത്തോടിലെ സ്വകാര്യ വ്യക്തിയുടെ തോട്ടത്തിൽ നിന്നാണ് ബോംബ് കണ്ടെത്തിയത്. ഇതേ സ്ഥലത്ത് അടുത്ത് ഒരു വർഷം മുൻപ് ബോംബ് സ്ഫോടനത്തിൽ യുവാവ് കൊല്ലപ്പെട്ടിരുന്നു. ബോംബ് സ്ക്വാഡിന്റെ പരിശോധന പൂർത്തിയായാൽ മാത്രമേ സ്ഥിരീകരിക്കാനാകൂവെന്ന് തലശ്ശേരി ASP കിരൺ PB 24-നോട് പറഞ്ഞു. ഞങ്ങൾ കൂടുതൽ അന്വേഷിച്ച് കഴിഞ്ഞിട്ട് ബാക്കി ഇല്ല, ഞങ്ങൾ നോക്കുകയാണ് എന്താണ് കാര്യങ്ങൾ എന്നുള്ളത്. ബോംബ് ഡിസ്പോസൽ ടീമും വന്നിട്ടുണ്ട്, അതനുസരിച്ച് നോക്കി ബാക്കി ചെയ്യും. ഓക്കെ. അതെ, ഇതിൻ്റെ തൊട്ടടുത്ത് കഴിഞ്ഞ വർഷം ഒരു ഇഷ്യൂ ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾ നിരീക്ഷണത്തിലുള്ള ഏരിയയാണ്. അതെ അതെ. ഓക്കെ. അരുൺ പൂപ്പറമയാണ് വാർത്തയുടെ വിവരങ്ങളും ചേരുന്നത്. അരുൺ, പരിശോധന എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? ഇത് പുതിയതായി കൊണ്ടുവച്ച ബോംബാണോ അതോ നേരത്തെ നമ്മൾ പല സ്ഥലങ്ങളിലും കാണാറുള്ളതുപോലെ ഉപേക്ഷിക്കപ്പെട്ട ബോംബുകളൊക്കെ ഇവിടുന്ന് കാണാറുണ്ടല്ലോ ഇടയ്ക്ക്, അതുപോലെയുള്ളതാണെന്നാണോ മനസ്സിലാക്കാൻ കഴിയുന്നത് അരുൺ? ഹാഷ്മി, ഞാനിപ്പോൾ ഉള്ളത് ഈ സ്റ്റീൽ ബോംബുകൾ എന്ന് സംശയിക്കുന്ന വസ്തുക്കൾ കണ്ടെത്തിയ അതേ തോട്ടത്തിലാണ്. മുളിയാത്തോടിലെ ഒരു സ്വകാര്യ വ്യക്തിയുടെ തോട്ടത്തിലാണ്. ഇത് നമുക്ക് കാണാം. ഈ കാണുന്ന തെങ്ങിൻ്റെ ചുവടെ ഉള്ള സ്ഥലത്താണ് ഒളിപ്പിച്ച നിലയിൽ ഈ വസ്തുക്കൾ ഉണ്ടായിരുന്നത്. നിലവിൽ തലശ്ശേരി ASP തന്നെ ഇവിടെ നേരിട്ടെത്തി പരിശോധനകൾക്ക് നേതൃത്വം നൽകി. ബോംബ് സ്ക്വാഡിൻ്റെ ഉൾപ്പെടെ പരിശോധന ഇപ്പോൾ ഇവിടെ നടത്തിയിട്ടുണ്ട്. ഈ ബോംബുകൾ അവർ ശേഖരിച്ചിട്ടുണ്ട്. അതിൻ്റെ പരിശോധന പൂർത്തിയായാൽ മാത്രമേ ഇത് സ്റ്റീൽ ബോംബാണെന്ന് ഒഫീഷ്യലി സ്ഥിരീകരിക്കാനാകൂ എന്നതാണ് പോലീസ് എന്തായാലും പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ അത് പ്രത്യക്ഷത്തിൽ സ്റ്റീൽ ബോംബാകാനുള്ള സാധ്യത തന്നെയാണ് ഉള്ളത് എന്നതാണ് പോലീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇത് നേരത്തെ തന്നെ പോലീസിൻ്റെ നിരീക്ഷണത്തിലുള്ള ഒരു പ്രദേശം കൂടിയാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ ഒരു വർഷം മുമ്പ് ഇതിന് തൊട്ട് സമീപം, ഇവിടുന്ന് ഏകദേശം ഒരു 100 മീറ്റർ മാത്രമേ ഉള്ളൂ, അവിടെ വെച്ചാണ് ബോംബ് സ്ഫോടനത്തിൽ ഒരു യുവാവ് കൊല്ലപ്പെടുന്ന സാഹചര്യം ഉണ്ടായത്. കഴിഞ്ഞ വർഷം ബോംബ് സ്ഫോടനം നടന്ന സ്ഥലത്തിൻ്റെ ഭൂമിയുടെ ഉടമ നമ്മോട് ഇപ്പോൾ ചേരുകയാണ്. കഴിഞ്ഞ വർഷമല്ലേ കഴിഞ്ഞ ഈ ഒരു കൊല്ലത്ത് ഇംഗ്ലീഷ് 4-ാം തീയതി ഒരു കൊല്ലത്ത് നിങ്ങളുടെ പറമ്പിൽ വെച്ചായിരുന്നു അന്ന് നമ്മൾ വീടിൻ്റെ മേലെ വെച്ചിട്ട്. അന്ന് എന്താ സംഭവിച്ചത്? അന്ന് അതിന് മേലെ നിന്ന് കെട്ടി ഒരാൾ ആടുന്ന് അപകടം പറ്റി ആസ്വദിച്ച് മരണപ്പെട്ട് 3-4 പരിക്കും പറ്റി. ഇന്ന് രാവിലെ ഇതെങ്ങനെയാണ് കണ്ടെത്തിയത്? ഇന്ന് കണ്ട് ഈ പറമ്പിൻ്റെ ഉടമ തേങ്ങ പറിക്കുന്നുണ്ട്. അങ്ങനെ ഇതിലെ പെരിയുണ്ട്. നമ്മൾ സ്ഥിരം വരുന്ന പെരിയ തന്നെയാണ്. അപ്പോൾ നമ്മളൊന്നും അങ്ങോട്ട് നോക്കേണ്ട ആവശ്യമില്ലല്ലോ. തേങ്ങ വീണിങ്ങനെ നോക്കണ്ടു, അല്ലെങ്കിൽ നോക്കേണ്ട ആവശ്യമില്ല. അവർ തേങ്ങ പറിക്കുമ്പോൾ അവർ കണ്ടിട്ടായിരിക്കും വിളിച്ചു പറഞ്ഞിട്ടുണ്ടാകുക. ഇങ്ങനെ ഈ പറമ്പുകളിൽ ഇങ്ങനെ ബോംബുകൾ ഒളിപ്പിച്ച് വെക്കുന്ന സംഭവങ്ങൾ ഇത് അങ്ങനെയുള്ള ഒരു പ്രദേശം കൂടിയാണെന്ന് പറയപ്പെടുന്നു. പറമ്പുകളിൽ മുന്നേ ഒരു പ്രാവശ്യം ഉണ്ട്. അങ്ങ് ഇതിൻ്റെ കുറച്ചപ്പുറത്ത് ഇടയിൽ നിന്ന് ബോംബ് പൊട്ടി. അതിന് ശേഷമാണ് ഇവിടെ ബോംബെല്ലാം പൊട്ടിയത്. പിന്നെ ഇതിപ്പോൾ ഇതിൻ്റെ ആവശ്യം എന്താണെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. എങ്ങനെയാണ് ഇവിടെ ഇതാരാന്ന് ഇങ്ങനെ കൊണ്ട് എന്തെങ്കിലും നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്തൊക്കെ അറിയാം? നമുക്ക് അതിനെപ്പറ്റി നമ്മളെ കൊള്ളിയാരും വരുന്നില്ലല്ലോ, നമ്മളോട് ചോദിക്കുന്നില്ലല്ലോ. പിന്നെ ഇപ്പോൾ അവിടെ അപ്പുറം കോറ നടക്കുന്നുണ്ട്. അതുകൊണ്ട് ഇവർ നിൽക്കുന്ന വീട്ടിൽ ഇപ്പോൾ ആൾക്കാർ താമസമുണ്ടല്ലോ. നേരാടെ സംബന്ധിച്ചൊരു ആശങ്കയുണ്ടോ? ഇപ്പോൾ നമുക്ക് ആശങ്ക തന്നെയുണ്ട്. നമുക്കിപ്പോൾ ഭീഷണി തന്നെയാണ്. വീട്ടിൻ്റെ പറമ്പിൽ പോലും ഇങ്ങനെയല്ല. പറമ്പ് പോലും ഇങ്ങനെയാണുള്ള സംഭവം. ഇപ്പം ഭീഷണീൻ്റെ പക്കത്ത് തന്നെയാണ് നമ്മളുള്ളത്. കാശ്മീർ, വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് ചേട്ടൻ പറഞ്ഞത്. ഇപ്പോൾ നമുക്ക് ഇവിടെ പോലീസ് നമ്മോട് പറഞ്ഞത് ഈ പറമ്പിൽ മുഴുവനായി നിങ്ങൾ പോയി സഞ്ചരിച്ച് നടന്ന് റിപ്പോർട്ട് ചെയ്യരുതെന്നാണ്. കാരണം എവിടെയാണ് ഇങ്ങനെ മറ്റിടങ്ങളിൽ എവിടെയെങ്കിലും ബോംബ് സൂക്ഷിച്ചിട്ടുണ്ടോ എന്ന കാര്യമൊന്നും അറിയില്ല. ഇവിടുത്തെ പ്രദേശവാസികളും അങ്ങനെ തന്നെയാണ് പറയുന്നത്. ഇതിനു മുമ്പും ഇത്തരം ഈ തോട്ടങ്ങളിലൊക്കെ, ഈ പ്രദേശത്തെ തോട്ടങ്ങളിൽ നിന്നൊക്കെ ബോംബുകൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇപ്പോൾ ചേട്ടൻ സൂചിപ്പിച്ചതുപോലെ ഒരു വർഷം മുമ്പാണ് ഇവിടെ തൊട്ട് സമീപത്ത് വെച്ചൊരു ബോംബ് സ്ഫോടനം നടന്നൊരു യുവാവ് കൊല്ലപ്പെടുകയും 2-3 പേർക്ക് പരിക്കേൽക്കുകയൊക്കെ ചെയ്ത സംഭവം ഉണ്ടായിട്ടുള്ളത്. എന്തായാലും ഇതിനെ വളരെ ഗൗരവത്തോടു കൂടി തന്നെയാണ് കാണുന്നതെന്നാണ് തലശ്ശേരി ASP ഉൾപ്പെടെയുള്ള പോലീസ് സംഘം ഇവിടെ എത്തി പരിശോധന നടത്തിയതിന് ശേഷം പറഞ്ഞത്. ബോംബ് സ്ക്വാഡിൻ്റെ പരിശോധനയ്ക്ക് ശേഷം അത് ഒഫീഷ്യലായി ഈ സ്റ്റീൽ ബോംബാണെന്ന കാര്യം സ്ഥിരീകരിക്കും. ഇതെങ്ങനെ ഇവിടെ എത്തി എന്ന കാര്യത്തിൽ ഉൾപ്പെടെ വിശദമായ അന്വേഷണത്തിലേക്ക് കടക്കുമെന്നതാണ് പോലീസ് ഈ ഘട്ടത്തിൽ അറിയിച്ചിട്ടുള്ളത്. പക്ഷേ ഈ നാട്ടുകാരെ സംബന്ധിച്ച് വലിയ ആശങ്കയുണ്ട്. അവർ സ്ഥിരമായി പണിയെടുക്കുന്ന അല്ലെങ്കിൽ അവർ ചെലവഴിക്കുന്ന സ്ഥലത്തൊക്കെ, അവരുടെ തോട്ടങ്ങളിലും പറമ്പുകളിലൊക്കെ ഇത്തരത്തിൽ ബോംബുകൾ കണ്ടെത്തുന്നു. വലിയ സ്റ്റീൽ ബോംബാണെങ്കിൽ അത് അത്രത്തോളം അതിന് വലിയ സ്ഫോടന ശേഷിയുള്ള ബോംബുകളാണ്. അപ്പോൾ ജീവൻ വരെ നഷ്ടപ്പെടാൻ
പാകത്തിലുള്ള ബോംബുകളാണ്. സ്വാഭാവികമായും അത് നാട്ടുകാരെ സംബന്ധിച്ച് വലിയ ആശങ്കയുണ്ട്. പോലീസ് അതിന്റെ ആശങ്ക മാത്രമല്ല, അത് വിശദമായ എന്താണ് ഒരുപക്ഷെ പ്രാണനെടുക്കാൻ പോകുന്ന പരുവത്തിന് കിടക്കുന്ന സ്ലീപ്പിംഗ് ബോംബുകളാണവ. അപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് പോലീസ് പറയട്ടെ. അത് പുതിയതായ ആരെങ്കിലും കൊണ്ട് വെച്ചതാണോ, അതോ നേരത്തെ സ്റ്റോർ ചെയ്തതാണോ, സ്റ്റോർ ചെയ്തെങ്കിൽ എന്തിനു വേണ്ടി സ്റ്റോർ ചെയ്തു, ആര് സ്റ്റോർ ചെയ്തു തുടങ്ങിയ കാര്യങ്ങൾക്ക് ഉത്തരവുണ്ടാവട്ടെ. അതാരാണോ കാരണക്കാർ അവർക്കെതിരെ നടപടി ഉണ്ടാവട്ടെ.